ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് പറയൂ. അപ്പോൾ കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ആക്ച്വലി സമയമില്ലാത്തത് കൊണ്ടും പിന്നെ എന്ത് വീഡിയോ ഇടാം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ കണ്ടൻറ് ഇല്ലാതെ ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഹൗസ് വാമിംഗ് അല്ല, നമ്മുടെ വീടിൻ്റെ കോൺക്രീറ്റ് ഡേ ആണ്. അതായത് സെക്കൻഡ് ഫ്ലോർ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നൊരു ബിസി ഡേ ആണ്. അപ്പോൾ ഞാനത് ഓൾറെഡി അതൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രോ വേറൊരു ദിവസം ഇന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആക്ച്വലി അതൊരു ചെറിയ വ്ലോഗാണ്. നമ്മൾ ഏതാണ്ട് ഒരു 10-24 പേർക്ക് നമ്മൾ ഫുഡ് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും ചിക്കൻ കറിയുമായിട്ട് നമ്മളങ്ങനെ ബിരിയാണി റൈസ് സെപ്പറേറ്റ്, ചിക്കൻ കറിയായിട്ട് നമ്മൾ ഉണ്ടാക്കി കോൺക്രീറ്റ് ഡേ ഒന്ന് എത്തിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ലോഗ്. നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും അതൊന്ന് കണ്ടു നോക്കിയിട്ട് വരും. ഹലോ, സോ ഹിയർ സ്റ്റാർട്ട്സ് ഓഫ് കുക്കിംഗ് വീഡിയോ. നമ്മൾ ഈ ഒരു ഉരുളിയിലാണ് ഇപ്പോൾ ചിക്കൻ വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത്, പൊരിച്ചിട്ട കറി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സൈഡിലൂടെ സാലഡും ആവുന്നുണ്ട്. ഈ സാലഡിൽ നമ്മൾ സാധാ ഓണിയൻ, ക്യാരറ്റ്, പിന്നെ ടൊമാറ്റോ ഉണ്ട്, ഗ്രീൻ ചില്ലീസ്, കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ഉണ്ട്. സോ കുഞ്ഞുള്ളി ആണ് മെയിൻ. പക്ഷെ നമ്മൾ ഇത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നേരെ കുഞ്ഞുള്ളിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞുള്ളി കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി കൂടുതലും കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ ചിക്കൻ നമ്മൾ ഇന്നലെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിലാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇഞ്ചി, പച്ചമുളക്, സാധാ മസാലയാണ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അങ്ങനെ നമ്മളെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സോട്ട് ചെയ്ത കുഞ്ഞുള്ളിയുടെയും നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെയും മേളിലാണ് ഞാൻ ഫൈനലി സ്ലൈസ്ഡ് ഓണിയൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും ഓണിയൻ ഇങ്ങനെ റോ ആയിട്ട് കിടക്കില്ലേ എന്ന്. പക്ഷേ കണ്ടോ, ഓണിയൻ നല്ല മിക്സ് ആയിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ഓണിയനും നന്നായിട്ട് കുക്കൊക്കെ ആയി നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ട് വരുവാണ്. കണ്ടില്ലേ ആ ഉരുളിയിൽ നിന്ന് വരുന്ന ആ ആവി. ഇതുപോലെ നല്ല മസാലയൊക്കെ നല്ല ഫൈനലി നല്ല തേച്ച് പൊരിച്ച് അടിപൊളിയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് മല്ലിയില, കുറച്ച് രമ്പയില, നമുക്കിതൊക്കെ ഇഷ്ടത്തിനുള്ളതനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മല്ലിയിലയും കുറച്ച് രമ്പയിലയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് സെറ്റായി നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ സെയിം ഉരുളിയിലാണ് നമ്മുടെ ഗീ റൈസിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് സോർട്ട് ചെയ്തെടുക്കുന്നത്. നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. ഗീയിൽ നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സവാളയും ഇച്ചിരി മൂപ്പിച്ചെടുത്ത് വെജിറ്റബിൾസ് ആയിട്ട് ഇവിടെ ക്യാരറ്റും ബീൻസുമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് സോൾട്ടും ഇട്ട് നമ്മൾ സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അളവിന് വെള്ളമൊഴിച്ച് ബോയിൽ ചെയ്തെടുക്കുന്നു. ഇടയ്ക്ക് ഞാൻ ഗീയിൽ കുറച്ച് കാഷ്യൂസും റൈസിൻസും ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കെയർഫുൾ ആവേണ്ട സമയമാണ്. അതായത് അളവിന് മെഷർമെൻറ്റിന് നമ്മൾ വാട്ടർ എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അരി, കൈമ റൈസാണ്. എനിക്കെന്തോ ഈ ചെറിയ അരിയോട് ഭയങ്കര ഒരു താല്പര്യം കൂടുതലാണ്. അങ്ങനെ ഞാൻ ഈ കൈമ റൈസാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ നമ്മൾ അരി കുറച്ചുകൂടി പെട്ടെന്ന് തിളയ്ക്കാൻ എളുപ്പത്തിന് പുറത്ത് അടുപ്പൊക്കെ കൂട്ടി ഉരുളി അതേപടി എടുത്ത് നമ്മൾ അടുപ്പിലൊക്കെ വെച്ചു. കുറച്ച് പുകയൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടു, എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല, 2-3 പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുപ്പൊക്കെ കൂട്ടി തീയൊക്കെ സെറ്റാക്കി കുറച്ച് വെയിറ്റൊക്കെ വെച്ച് നമ്മുടെ അരി ഇപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പോൾ സെറ്റായിട്ട് പിന്നെ കുറച്ച് അലങ്കാര പണികളൊക്കെ നടത്തി നമ്മുടെ 7 കിലോ റൈസാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഇത് പാക്ക് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിലോട്ട് എത്തി. അപ്പോഴത്തേക്കും ഏതാണ്ട് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞു, പണിക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയായിരുന്നു. നമ്മൾ ഫുഡ് കൊണ്ടെത്തിച്ചതും പണി കഴിഞ്ഞതും ഒക്കെ കറക്റ്റ് സമയത്തായിരുന്നു. അവരിനി പതിയെ ഫുഡ് കഴിക്കാൻ വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടിലോട്ട് പോകുന്ന മെയിൻ എൻട്രൻസ് ബ്രിഡ്ജ് വരുന്നത്. ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്താണ് നമ്മുടെ വീട്. സോ നല്ല വൈബായിരിക്കും കേട്ടോ. വൈകുന്നേരമൊക്കെ ഇവിടെ നല്ല രസം, ഫുൾ സ്ട്രീറ്റ് ലൈറ്റ്സൊക്കെ ഇട്ട് അടിപൊളിയാണ്. അപ്പോൾ നന്ദുവിൻ്റെ അച്ഛനൊക്കെ മേളിൽ നിൽക്കുന്നുണ്ട്. മഴയൊക്കെ മാറി ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ട് അനുവിൻ്റെ കലാവിരുതുകളാണ്. അവൻ്റെ കിച്ചണിൽ അവൻ വരച്ച് വെച്ചിട്ടുള്ള ഡ്രോയിങ്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പണിക്കാരൊക്കെ വന്ന വണ്ടി. നമ്മുടെ വീട്ടിലെ വെള്ളമൊക്കെ ഇതാ റോഡിലോട്ട് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്രിഡ്ജ്. അതായത്
പോർട്ടിൻ്റെ എൻട്രൻസിലോട്ട് പോകുന്ന മെയിൻ ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് അവർ എൻജോയ് ചെയ്ത് കഴിച്ചു. നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. ഓക്കെ, അപ്പം ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. സംഭവം വലിയൊരു ഇതല്ല, ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. എന്നാലും നമ്മുടെ ഒരു സന്തോഷം, കാരണം സെക്കൻഡ് ഫ്ലോർ ഒക്കെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ. ഇനി ബാക്കി നമുക്ക് ഒരുപാട് പണികൾ ബാക്കിയുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ചെറിയൊരു ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് ആൾക്കാരിലെത്തിച്ച് അവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ഹാപ്പി മൊമെൻറ്റ്. അപ്പം ഐ തോട്ട് ലൈക്ക്, അപ്പോൾ അതൊരു എന്തുകൊണ്ടൊരു മെമ്മറി ആക്കി ഷെയർ ചെയ്തുകൂടാ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. ആളിവിടെ തകർക്കുവാണ് കേട്ടോ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ. ഇനി ഇവിടെ ഡേഞ്ചറാണ് കേട്ടോ. ബൈ.